നമ്മൾ കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ? എവിടെ ശ്രദ്ധിക്കാനില്ലേ? ഇപ്പം നമ്മുടെ വീഡിയോസൊന്നും ഇപ്പോൾ ആർക്കും വേണ്ടല്ലോ. ഒരാൾ പോലും ചോദിച്ചില്ല എന്താ വീഡിയോ ഇടാത്തതെന്ന്. ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ഞാൻ ഇടാണ്ടിരുന്നാൽ പിന്നെ അതായിരിക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ എന്തായാലും ഇന്ന് നമുക്കപ്പോൾ എന്താണ് ഒരു ജേർണലിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയ പേപ്പർ ഉണ്ടാക്കിയത്. പേപ്പർ മീൻസ് നമ്മൾ ഇങ്ങനെയൊക്കെ പ്രിൻ്റ് ചെയ്യാനൊക്കെ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് കുറച്ച് പാറ്റേൺ പേപ്പേഴ്സ് സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആകെ അതിപ്പോൾ ഉണ്ടാക്കാനായിട്ട് വേണ്ടത് കുറച്ച് സ്കെച്ച് പെൻസാണ്. സ്കെച്ച് പെൻസ് പറയുന്നത് നിങ്ങളുടെ അടുത്ത് എല്ലാ കളേഴ്സ് നിങ്ങൾ എടുത്തോളും. ഞാനിപ്പോൾ കുറച്ച് സിമ്പിളായിട്ട് ഉണ്ടാക്കണം, ആർക്കും ഉണ്ടാക്കാൻ പറ്റും, അത്രയും സിമ്പിളാണിത്. ഇതിലിപ്പോൾ ഞാൻ ആകെ ഉപയോഗിച്ചിട്ടുള്ളത് എൻ്റെ പേസ്റ്റൽ കളേഴ്സാണ്. അതിൽ തന്നെ ഇപ്പോൾ ഫസ്റ്റത്തെ പേപ്പേഴ്സിൽ ഞാൻ കുറച്ച് ഹേർട്ടുകളാണ് വരച്ചിട്ടുള്ളത്. ആ ഹേർട്ട് തന്നെ വരച്ചത്. പിന്നെ അതിന് ശേഷം അടുത്തത് ഞാൻ ചെയ്തിട്ടുള്ളത് രണ്ടാമത്തെ പേപ്പറിൽ നമ്മൾ ബനാനാസാണ് വരച്ചിട്ടുള്ളത്. ബനാനാസിനെ വെറും യെല്ലോ സ്കെച്ച് ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് വരക്കാനുള്ളതുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് മൂന്നാമത്തത് അതിൻ്റെക്കാട്ടി സിമ്പിളാണ്. ഒരു പണിയില്ല, സ്കെച്ച് പെൻസ് ഉപയോഗിച്ചിട്ട് ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ കുറച്ച് ലൈൻസ് അങ്ങോട്ട് ഇടുക. അത് പിന്നെ നമ്മുടെ ഇങ്ങനെ പേസ്റ്റൽ കളേഴ്സിൻ്റെ ബ്രഷ് പെൻ ആയതുകൊണ്ട് തന്നെ ബ്രഷ് പെൻ ആയതുകൊണ്ട് അതൊരു പ്രത്യേക ചന്തരിക്കും കാണാൻ. അപ്പോൾ കൂടുതലും ബ്രഷ് പെൻസിൽ ഒരു അയന് ഉപയോഗിച്ചിട്ട് വരക്കാൻ നോക്കുക. അങ്ങനെ തരാം നമ്മുടെ 3 പാറ്റേൺ പേപ്പേഴ്സ് റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് ബ്ലൂ കളർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അത് അതിൻ്റെക്കാട്ടി സിമ്പിളാണ്. ഇപ്പോൾ ഈ 4 ഏത് കുട്ടികൾക്ക് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ചിത്രം വരക്കാൻ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ വീഡിയോ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റി എത്ര സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കിപ്പോൾ ജേർണലിങ്ങിൻ്റെ സപ്ലൈസ് മേടിക്കാനൊന്നും പൈസ ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒന്നും മറക്കരുത്. പിന്നെ വീഡിയോ കണ്ടോരു ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യുന്നു.